ഹായ് ഓൾ, ഗുഡ് മോർണിംഗ് എവരി വൺ. റിസർച്ച് ഡിസൈൻ്റെ ലാസ്റ്റ് സെഷനാണ് ഇന്ന് നമുക്ക്. ഇന്ന് ഒരു ചെറിയ രണ്ട് ടോപ്പിക്കേ ഉള്ളൂ. സാമ്പിൾ സൈസും അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് സാമ്പിളിങ് എറേഴ്സുമാണ് ഇന്ന് എടുക്കുന്നത്. അതോടെ നമ്മുടെ ഈ റിസർച്ച് ഡിസൈൻ ചാപ്റ്റർ കംപ്ലീറ്റ് ആവുന്നതാണ്. അതിന് മുന്നേ ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുത്തിരുന്നതാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിങ്. അവിടെ നമ്മൾ സാമ്പിൾസ് 1000 നമ്മുടെ യൂണിവേഴ്സ് എങ്കിൽ എത്ര സാമ്പിൾസ് നമ്മൾ തിരഞ്ഞെടുക്കണം എന്ന് നമ്മളൊരു ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നത്. സാമ്പിളിംഗ് ഇൻ്റർവെൽ ഈക്വൽസ് സൈസ് ഓഫ് ദ പോപ്പുലേഷൻ ഓർ സാമ്പിൾസ് ഡിവൈഡഡ് ബൈ സൈസ് ഓഫ് ദ യൂണിവേഴ്സ്. ആ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സാമ്പിൾസ് തിരഞ്ഞെടുത്തിരുന്നത്. പിന്നെ നമ്മൾ നോക്കിയതാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ ആക്സിഡൻ്റ് സാമ്പിളിങ്, ക്വാട്ട സാമ്പിളിങ്, കൺവീനിയൻസ് സാമ്പിളിംഗ് ഒക്കെ. ഇവിടെ ക്വാട്ട സാമ്പിളിങ്ങിലാണെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് അല്ലെങ്കിൽ സാമ്പിൾസ് ആയിട്ട് തിരിക്കുന്നു ഹോൾ പോപ്പുലേഷന്, ഹോൾ യൂണിവേഴ്സിന് ഓൺ ദി ബേസിസ് ഓഫ് സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ്. ഗ്രൂപ്പ് അല്ലെങ്കിൽ ക്വാർട്ടേഴ്സ് ആയിട്ട് തരംതിരിക്കുന്നു. അത് നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് പോവാം. സാമ്പിൾ സൈസ്. സാമ്പിൾ സൈസിൽ പറയുന്നത് ദ നമ്പർ ഓഫ് സാമ്പിൾസ് ദാറ്റ് വി സെലക്ട് ഫോർ ദി റിസർച്ച് പർപ്പസ് മസ്റ്റ് ബി ഒപ്റ്റിമം. The sample size should not be large or it should not be either too small. നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്ന സാമ്പിൾസ്, നമ്മുടെ ഹോൾ യൂണിവേഴ്സിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സാമ്പിൾസ് ഷുഡ് ബി കറക്റ്റ് നമ്പർ ആയിരിക്കണം. അത് കൂടുതലാവാനും പാടില്ല, തീരെ കുറവും ആവാനും പാടില്ല. നമ്മുടെ ഈ റിസർച്ച് നമ്മൾ നടത്തുന്നതിൽ നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്തെന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം, ആ പ്രോബ്ലത്തിന് നമ്മളൊരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ, ആ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പ്രോബ്ലത്തിന് നമ്മളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ ഈ റിസർച്ച് മെത്തേഡിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം, മെയിൻ ഒബ്ജക്റ്റീവ് വരുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഓരോ സർവേ മെത്തേഡ്സും അല്ലെങ്കിൽ ഓരോ റിസർച്ച് മെത്തേഡ്സ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ നമ്മുടെ ഹോൾ യൂണിവേഴ്സിനെ ഗ്രൂപ്പ് അല്ലെങ്കിൽ സാമ്പിൾസ് ആയിട്ട് തരംതിരിക്കുന്നത്. ഈ ഗ്രൂപ്പ് അല്ലെങ്കിൽ സാമ്പിൾസ് ആയിട്ട് തരംതിരിക്കുന്നതിനുള്ള മെയിൻ ഒബ്ജക്റ്റീവ് the samples that we select for the research purpose must be a true representative of the entire universe. നമ്മൾ തിരഞ്ഞെടുക്കുന്ന സാമ്പിൾസ് അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഗ്രൂപ്പ് ഷുഡ് ബി എ ട്രൂ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി എൻറ്റയർ യൂണിവേഴ്സ്. ഇപ്പോൾ 1000 പേരാണ് നമ്മുടെ ഹോൾ യൂണിവേഴ്സ് എങ്കിൽ, 1000 പേരാണ് നമ്മുടെ റെസ്പോണ്ടൻസ് വരുന്നതെങ്കിൽ അതിൽ നമ്മൾ സാമ്പിൾസ് ആയിട്ടൊരു 500 പേരെ തിരഞ്ഞെടുക്കുന്നു. 500 ആണ് നമ്മുടെ സാമ്പിൾസ് വരുന്നത്. These 500 respondents must be a true representative of the entire universe എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ തിയറിറ്റിക്കലി സെയിങ് 1000 പേരാണ് നമ്മുടെ ഹോൾ യൂണിവേഴ്സ് എങ്കിൽ വി മസ്റ്റ് റിസർച്ച് ഈച്ച് ആൻഡ് എവരി ഓഫ് ദീസ് 1000 റെസ്പോണ്ടൻസ്. 1000 പേരാണെങ്കിൽ നമ്മൾ ഈ 1000 പേരെയും നമ്മൾ റിസർച്ച് നടത്തണം. അതാണ് തിയറിറ്റിക്കലി സെയിങ് പറയുന്നത്. പക്ഷേ ഇൻ ടേംസ് ഓഫ് പ്രാക്ടിക്കാലിറ്റി നമുക്കത് ബിസിനസ് ഓർഗനൈസേഷൻ്റെ മാർക്കറ്റ് സിറ്റുവേഷനോട്ട് കൊണ്ടുവരുമ്പോൾ ഈ 1000 പേരെയും നമുക്ക് റിസർച്ച് നടത്താനുള്ള ഒരു ഒപ്റ്റിമം സ്ട്രക്ചറോ അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ടൈമോ അല്ലെങ്കിൽ കോസ്റ്റോ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ 1000 പേരിൽ നിന്ന് 500 പേരെ മാത്രം നമ്മൾ സെലക്ട് ചെയ്തിട്ട് റിസർച്ച് നടത്തുന്നത്. ഇതിൽ മെയിൻ ഒബ്ജക്റ്റീവ് ഞാൻ ഒന്നുകൂടി പറയാം, മസ്റ്റ് ബി എ ട്രൂ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി എൻറ്റയർ യൂണിവേഴ്സ്. ഈ 500 പേരെ നമ്മൾ റിസർച്ച് നടത്തി കഴിയുമ്പോൾ, റിസർച്ച് നടത്തി സൊല്യൂഷൻ കണ്ടെത്തുമ്പോൾ നമുക്ക് ഈ 500 പേരിൽ നിന്ന് നമുക്ക് കിട്ടിയ സൊല്യൂഷൻ എന്താണ്, റിസർച്ച് നടത്തി നമുക്ക് കിട്ടിയ ആഫ്റ്റർ ആൻസർ എന്താണ്, അത് തന്നെയാകും ബാക്കിയുള്ള 500 പേരെ നമ്മൾ റിസർച്ച് നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. അങ്ങനെയാണ് നമ്മൾ റിസർച്ച് മെത്തേഡിലൂടെ ട്രൂ റെപ്രസെൻറ്റേറ്റീവിലൂടെ നമ്മൾ പറയുന്ന ഒരു കാര്യം. ദെർഫോർ നമ്മൾ പറയുന്ന നോക്കി നമുക്ക് ഈ 500 പേരെ മാത്രം റിസർച്ച് നടത്തിയാൽ മതി. വി ഗെറ്റ് ദി എൻറ്റയർ ആൻസർ ഫോർ ദി എൻറ്റയർ പോപ്പുലേഷൻ, എൻറ്റയർ യൂണിവേഴ്സ്. 500 പേരെ മാത്രം റിസർച്ച് നടത്തി കഴിഞ്ഞാൽ നമുക്ക് 1000 പേരെ റിസർച്ച് നടത്തിയ പോലെയാണ്. ദീസ് 500 പീപ്പിൾ വിൽ ബി എ ട്രൂ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി എൻറ്റയർ 1000 പീപ്പിൾ. അതുകൊണ്ടാണ് സാമ്പിൾ സൈസ് തിരഞ്ഞെടുക്കുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഒപ്റ്റിമം എന്നും ഇറ്റ് ഷുഡ് ബി കറക്റ്റ് ആക്ച്വൽ ഫാക്ച്വൽ ഡാറ്റാസ് എന്ന് പറയുന്നത്. കാരണം ഈ 500 പേരെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ദ ഹോൾ ആൻസേഴ്സ് നമ്മൾ കൊണ്ടുവരുന്നത്, റിസർച്ചിൻ്റെ ഫൈനൽ സൊല്യൂഷൻ നമ്മൾ കൊണ്ടുവരുന്നത്. ദാറ്റ് ഈസ് വൈ ദ ഡിറ്റർമിനേഷൻ ഓഫ് ദി സാമ്പിൾ സൈസ് ഈസ് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ് ഫോർ എനി ഓർഗനൈസേഷൻ. നമ്മൾ തിരഞ്ഞെടുക്കുന്ന സാമ്പിൾസ് ഷുഡ് ബി എഫിഷ്യൻറ്റ്, റെപ്രസെൻറ്റേറ്റീവ്, റിലയബിൾ ആൻഡ് ഫ്ലെക്സിബിൾ. ഈ 4 കാര്യങ്ങൾ ഉണ്ടാവണം. എഫിഷ്യൻ്റ് ആയിരിക്കണം, ഇറ്റ് ഷുഡ് ബി എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ എൻറ്റയർ യൂണിവേഴ്സ്, ഇറ്റ് ഷുഡ് ബി എ റിലയബിൾ സോഴ്സ്, ഇറ്റ് ഷുഡ് ബി എ റിലയബിൾ വൺ ആൻഡ് ഇറ്റ് ഷുഡ് ബി ഫ്ലെക്സിബിൾ ടു. അതുകൊണ്ടാണ് സാമ്പിൾ സൈസ് തിരഞ്ഞെടുക്കുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്.
The samples selected must be of optimum size. If the sample is larger than what is required, it will increase the cost and time of the researcher. If a smaller sample is selected, the results obtained may be relatively less accurate. ലാർജ് നമ്പർ ആണെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ കോസ്റ്റും ടൈമും ആ ഒരു പർട്ടിക്കുലർ റിസർച്ച് ടോപ്പിക്കിൽ മാത്രമായിട്ട് ഇൻവോൾവ് ചെയ്യേണ്ടി വരും. അതല്ല സ്മോളർ സൈസ് ആണെങ്കിൽ ഇറ്റ് മേ നെവർ ബി ട്രൂ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി എൻറ്റയർ യൂണിവേഴ്സ്. അതുകൊണ്ടാണ് പറയുന്നത് ദ സാമ്പിൾ സെലക്റ്റഡ് മസ്റ്റ് ബി ഓഫ് ഒപ്റ്റിമം സൈസ് എന്ന് പറയുന്നത്. ദ ഫോളോയിങ് പോയിന്റ്സ് ആർ കൺസിഡേർഡ് ബൈ ഡിസൈഡിങ് ദ സൈസ് ഓഫ് ദി സാമ്പിൾ. നേച്ചർ ഓഫ് ദ പോപ്പുലേഷൻ, it can be homogeneous or heterogeneous. Complexity of tabulation, degree of accuracy required for the study. ഇപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്ന റിസർച്ച് ടോപ്പിക്കിൽ നമുക്ക് വരുന്ന റെസ്പോണ്ടൻസ് ചിലപ്പോൾ സ്റ്റുഡൻസ് മാത്രമാവാം, അതല്ലെങ്കിൽ അഡൾട്ട്സ് മാത്രമാവാം, അതല്ലെങ്കിൽ എംപ്ലോയിഡ് പീപ്പിൾ ആ ഒരു കാറ്റഗറി മാത്രമാകാം. ദെയർഫോർ ഇറ്റ് ക്യാൻ ബി ഹോമോജീനിയസ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആൾക്കാർ, അതായത് സിമിലർ വർക്കിംഗ് പാറ്റേൺ ഉള്ള ആൾക്കാരാകാം റെസ്പോണ്ടൻസ്, അല്ലെങ്കിൽ ഹെട്രോജീനസ് സ്റ്റുഡൻസ് ഉണ്ടാവാം, അഡൾട്ട്സ് ഉണ്ടാവാം, എംപ്ലോയിഡ് പീപ്പിൾ, അൺഎംപ്ലോയിഡ് പീപ്പിൾ, അങ്ങനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഉണ്ടാവാം. അതാണ് നേച്ചർ ഓഫ് പോപ്പുലേഷനിൽ പറയുന്നത്. ഹെട്രോജീനിയസ് ബേസിസ് ആണോ അല്ലെങ്കിൽ ഹോമോജീനിയസ് ബേസിസ് ആണോ നമ്മുടെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ വേരിയബിൾസ് വരുന്നതെന്ന്. കോംപ്ലക്സിറ്റി ഓഫ് ടാബുലേഷൻ, നമ്മൾ ഈ സാമ്പിൾസ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ റിസൾട്ട് അനാലിസിസ് നടത്തുമ്പോൾ, കളക്ട് ചെയ്ത ഡാറ്റനെ അനലൈസ് ചെയ്യുമ്പോൾ, ഇറ്റ് ഈസ് ബെറ്റർ ടു ഗ്രൂപ്പ് ദം ആൻഡ് ക്ലാസിഫൈ ദം ഇൻ ടു ടേബിൾസ്. ഇപ്പോൾ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ആ സ്റ്റുഡൻസിന് ഹോളായിട്ട് നമ്മളൊരു ടേബിളിൻ്റെ അടിയിലോട്ട് ഗ്രൂപ്പ് ചെയ്യുന്നു. അഡൾട്ട് ആണെങ്കിൽ അഡൾട്ടിന് ഹോളായിട്ട് ഒരു ടേബിളിലോട്ട് ഗ്രൂപ്പ് ചെയ്യുന്നു. എംപ്ലോയിഡ് പീപ്പിൾ ആണെങ്കിൽ എംപ്ലോയിഡ് പീപ്പിളിനെ ഒരു ടേബിളിൻ്റെ അടിയിലോട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു. അങ്ങനെ ആകുമ്പോൾ റിസർച്ചറിന് ആ ഒരു പർട്ടിക്കുലർ റിസർച്ച് ടോപ്പിക്കിൽ എളുപ്പത്തിൽ തന്നെ സൊല്യൂഷൻ കണ്ടെടുത്താം. അതായത് ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് സിമ്പിളായിട്ട് അനാലിസിസ് നടത്താൻ വേണ്ടി എളുപ്പമായിരിക്കും ടേബിളായിട്ട് ഗ്രൂപ്പ് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യുമ്പോൾ. അപ്പം നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്ന റെസ്പോണ്ടൻസിനെ ബേസ് ചെയ്തിട്ടാണ് എങ്ങനെയാണ് നമ്മുടെ ടാബുലേഷൻ ഫോർമാറ്റ് വരേണ്ടത് നമ്മൾ തീരുമാനമെടുക്കുന്നത്. അതായത് ആകെ നമ്മുടെ പക്കൽ വരുന്ന 3 ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള റെസ്പോണ്ടൻസ് ആണ്. അതായത് ഒരു ഗ്രൂപ്പ് സ്റ്റുഡൻസ് ആണ്, ഒരു ഗ്രൂപ്പ് അഡൾട്ട് പീപ്പിളാണ്, ഒരു ഗ്രൂപ്പ് വരുന്നത് എംപ്ലോയിഡ് പീപ്പിളാണ്. അപ്പോൾ നമുക്ക് ആകെ 3 ടേബിളിൻ്റെ ആവശ്യം അവിടെ വരുന്നുള്ളൂ. ഇനി പകരം നമുക്ക് വരാൻ പോകുന്ന റിസർച്ച് ടോപ്പിക്കിൽ ദ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ആർ ഹയർ. സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പ് വരുന്നു, അഡൾട്ട് വരുന്നു, എംപ്ലോയിഡ് വരുന്നു, അൺഎംപ്ലോയിഡ് വരുന്നു, NRI വരുന്നു, നോൺ റെസിഡൻസ് വരുന്നു. ഇങ്ങനെ ഓരോരോ ഗ്രൂപ്പുകൾ ഇൻക്രീസ് ചെയ്യും തോറും ടാബുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയും അതേപോലെ ആ ഒരു ബേസ് ചെയ്ത് നമുക്ക് അനലൈസ് ചെയ്യാനുള്ള സമയവും എഫേർട്ടും കൂടുതലായിട്ട് നമ്മൾ ചിലവഴിക്കേണ്ടി വരും. അതാണ് ടാബുലേഷനിൽ പറയുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ദി നേച്ചർ ഓഫ് പോപ്പുലേഷൻ, ഹെട്രോജീനസ് ആണോ ഹോമോജീനസ് ആണോ, അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സാമ്പിൾസ് തിരഞ്ഞെടുക്കുകയും അതിനെ ബേസ് ചെയ്തിട്ടാണ് എത്ര ടേബിൾസ് വേണം ക്ലാസിഫൈ ചെയ്യാനും ഗ്രൂപ്പ് ചെയ്യാനും എത്ര ടേബിൾസ് വേണം എന്ന് നമ്മൾ തീരുമാനം എടുക്കുകയും ചെയ്യുന്നത്. പ്രോബ്ലംസ് റിലേറ്റഡ് വിത്ത് ദി കളക്ഷൻ ഓഫ് ഡാറ്റ, ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് മെത്തേഡ്. ഇവിടെ പ്രോബ്ലംസ് റിലേറ്റഡ് വിത്ത് കളക്ഷൻ ഓഫ് ഡാറ്റ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ടൈം ആൻഡ് മണി. നമ്മൾ ഈ ടോപ്പിക്കിൻ്റെ തുടക്കം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു റിസർച്ച് നടത്തുമ്പോൾ ദർ ഷുഡ് ബി എ ടൈം ബ്രാക്കറ്റ് ആൻഡ് ഓൾസോ മണി ബ്രാക്കറ്റ്. സമയത്തിനൊരു ലിമിറ്റേഷൻ വെക്കണം, അതേപോലെ തന്നെ നമ്മൾ ചിലവഴിക്കാൻ പോകുന്ന കോസ്റ്റിനും ഒരു ലിമിറ്റ് കീപ്പ് ചെയ്യണം. ഇത്ര ദിവസത്തിനുള്ളിൽ ഈ ഒരു റിസർച്ച് ടോപ്പിക് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ദിവസത്തിനുള്ളിൽ അതേപോലെ തന്നെ ഈ ഒരു കോസ്റ്റിൽ ഞാൻ ഈ റിസർച്ച് ടോപ്പിക്കിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കും. അങ്ങനത്തെ ഒരു ടൈം ബ്രാക്കറ്റും അതേപോലെ മണി ലിമിറ്റേഷനും കീപ്പ് ചെയ്താൽ മാത്രമേ ഈച്ച് ആൻഡ് എവറി റിസർച്ച് വിൽ ബി എ സക്സസ്. നെക്സ്റ്റ് ആണ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് മെത്തേഡ്. ഏത് മെത്തേഡാണ് ചൂസ് ചെയ്യേണ്ടത്? നമ്മൾ ഇപ്പോൾ തന്നെ കുറച്ചധികം മെത്തേഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രോബബിലിറ്റി, നോൺ പ്രോബബിലിറ്റി. പ്രോബബിലിറ്റിയിലാണെങ്കിൽ ഹോമോജീനിയസ് ക്യാരക്ടറിസ്റ്റിക്സ് ബേസ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, അല്ലെങ്കിൽ ഫോർമുല യൂസ് ചെയ്തിട്ട് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, അതല്ലെങ്കിൽ ക്ലസ്റ്റർ സാമ്പിളിംഗ്, അങ്ങനെ ഇഷ്ടംപോലെ മെത്തേഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സാമ്പിളിംഗ് മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ട്. സ്ട്രാറ്റിഫൈഡ് ആണെങ്കിൽ നമ്മൾ ഹോമോജീനിയസ് ബേസിസിട്ട് സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ബേസ് ചെയ്തിട്ട് ആൾക്കാരെ ഗ്രൂപ്പ് ചെയ്യണം, സമയം ചിലവ് കൂടുതലാണ്. സിസ്റ്റമാറ്റിക് ആണെങ്കിൽ ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്താൽ മതി, കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് സാമ്പിൾസ് തിരഞ്ഞെടുക്കാൻ സാധിക്കും. അപ്പോൾ ഏത് മെത്തേഡാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് അത് ബേസ് ചെയ്തിട്ടും നമ്മുടെ സാമ്പിൾ സൈസ് ഡിറ്റർമിനേഷൻ എടുക്കണം. നെക്സ്റ്റ് ആണ് ബേസിക് ഇൻഫോർമേഷനും ലെവൽ ഓഫ് കോൺഫിഡൻസും. ഇൻഫോർമേഷൻ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു കളക്ട് ദീസ് ഇൻഫോർമേഷൻ ഡയറക്റ്റ്ലി ഫ്രം ദി റെസ്പോണ്ടൻസ്. നമ്മൾ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുമ്പോൾ
നമ്മൾ ആ ഒരു പർട്ടിക്കുലർ റെസ്പോണ്ടൻസ് ആരാണ്, നമ്മുടെ റിസർച്ചിൽ വരുന്ന റെസ്പോണ്ടൻസ് ആരാണ്, അവരുടെ അടുത്ത് ചെന്ന് അവരുടെ അടുത്ത് നിന്ന് ഡയറക്റ്റായിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. യൂസ് പ്രൈമറി സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ, നോട്ട് സെക്കൻഡറി സോഴ്സ്. സെക്കൻഡറി സോഴ്സ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾസ്, ജേർണൽസ്, പബ്ലിക്കേഷൻസ്. ഓൾറെഡി ഏതെങ്കിലും ഒരു റിസർച്ചർ നമ്മുടെ റിസർച്ച് ടോപ്പിക്കിൽ റിസർച്ച് നടത്തിയിട്ട് ആളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നു. ആ പബ്ലിഷ് ചെയ്ത റിസൾട്ടിൽ നിന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു. അതാണ് സെക്കൻഡറി സോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ബട്ട് ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു യൂസ് പ്രൈമറി സോഴ്സ്. റെസ്പോണ്ടൻസ് ആരാണ്, അവരുടെ അടുത്ത് ചെന്നിട്ട് ഡയറക്റ്റ് അവരുടെ ഒപ്പീനിയൻ കളക്ട് ചെയ്യുക. ദാറ്റ് ഈസ് വാട്ട് വി സേ ആസ് ദി ബെറ്റർ ചൂസബിൾ ഓപ്ഷൻ. അപ്പോൾ സാമ്പിൾ സൈസ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, ഒരു കാര്യം കൂടി ഇവിടെ ലെവൽ ഓഫ് കോൺഫിഡൻസ് പറയുന്നുണ്ട്. ലെവൽ ഓഫ് കോൺഫിഡൻസ് ഉദ്ദേശിക്കുന്നത് റിസർച്ചറിൻ്റെ കോൺഫിഡൻസ് ലെവലാണ്. നമ്മൾ എന്ത് റിസർച്ച് ടോപ്പിക് നടത്തുകയാണെങ്കിൽ റിസർച്ച് നടത്തുകയാണെങ്കിലും യു ഷുഡ് ബി കോൺഫിഡൻറ്റ് ദാറ്റ് നിങ്ങൾക്ക് ഇത്ര സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാം. യു ഷുഡ് ബി കോൺഫിഡൻറ്റ് ദാറ്റ് നിങ്ങൾക്ക് ഇത്ര എഫേർട്ട് എടുത്താൽ മതി. യു ഷുഡ് ബി കോൺഫിഡൻറ്റ് ദാറ്റ് ഇത്ര കോസ്റ്റിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസർച്ച് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും, ഡെവലപ്പ് ചെയ്ത് അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് യു ഷുഡ് ബി കോൺഫിഡൻറ്റ്. ഇത്രയും കോൺഫിഡൻസ് വേണമെങ്കിൽ യു ഷുഡ് ഹാവ് എ അക്യുറേറ്റ് പ്ലാൻ, ഒരു കറക്റ്റ് റിസർച്ച് ഡിസൈൻ, പ്ലാൻ ഓഫ് ആക്ഷൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ യു ക്യാൻ ബി കോൺഫിഡൻറ്റ് ദാറ്റ് യു വിൽ കംപ്ലീറ്റ് ഇറ്റ് വിത്തിൻ ദ ടൈം ലിമിറ്റ്, വിത്തിൻ ദ മണി ലിമിറ്റ്, ആൻഡ് യുവർ എഫേർട്ട് വിൽ ബി സക്സസ്ഫുൾ ആൻഡ് ഫ്രൂട്ട്ഫുൾ. അപ്പോൾ ഇതാണ് സാമ്പിൾ സൈസ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. നെക്സ്റ്റ് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് സാമ്പിളിംഗ്. പ്രിൻസിപ്പിൾസ് ഓഫ് സാമ്പിളിംഗ് 2 ലോ ബേസ് ചെയ്തിട്ടാണ്. ദ ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി, the law of inertia of large numbers. The law of statistical regularity. A reasonably large sample selected at random from a large population will be on an average representative of the characteristics of that population. ഇതിൽ പറയുന്നത് ഒരു ഹോൾ യൂണിവേഴ്സിൽ നിന്ന് നമ്മൾ എത്ര സാമ്പിൾസ് ആണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് സാമ്പിൾ ക്രിയേഷൻ ഈസ് ടു the true representation of the entire universe. നമ്മൾ തിരഞ്ഞെടുക്കുന്ന സാമ്പിൾസ് മസ്റ്റ് ബി എ ട്രൂ റെപ്രസെൻറ്റേറ്റീവ്. എപ്പോഴും അക്യുറേറ്റ് ആയിരിക്കില്ല, എന്നാലും ഓൺ ആൻ ആവറേജ് ഇറ്റ് ഷുഡ് ബി എ ട്രൂ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ എൻറ്റയർ യൂണിവേഴ്സ്. നമ്മൾ 1000 പേരുള്ള യൂണിവേഴ്സ് നമ്മൾ റിസർച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ 100 പേരെയാണ് നമ്മൾ സാമ്പിൾസ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ദീസ് 100 പീപ്പിൾ മസ്റ്റ് ബി എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദീസ് 1000 പീപ്പിൾ. അതാണ് ഇവിടെ പറയുന്നത്. എത്ര സാമ്പിൾസാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് റിസർച്ച് പർപ്പസിന് വേണ്ടി. അതാണ് ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റിയിൽ പറയുന്നത്. ദ ലോ ഓഫ് ഇനേർഷ്യ ഓഫ് ലാർജ് നമ്പേഴ്സ്. ലാർജ് ഗ്രൂപ്പ്സ് ഓഫ് ഡാറ്റ ഷോ എ ഹയർ ഡിഗ്രി ഓഫ് സ്റ്റെബിലിറ്റി ദാൻ സ്മോളർ വൺസ്. നമ്മൾ ഒരു സാമ്പിളിൽ എത്ര ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യണം, ഇതാണ് ഇവിടെ ലോ ഓഫ് ഇനേർഷ്യയിൽ പറയുന്നത്. അപ്പോൾ ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റിയിൽ നമ്മൾ എത്രത്തോളം നമ്മുടെ നമ്പർ ഓഫ് സാമ്പിൾസ് ഇൻക്രീസ് ചെയ്യുന്നു അത്രയും ബെറ്ററാണ് ഫോർ എ അക്യുറേറ്റ് റിപ്രസെൻറ്റേഷൻ ഓഫ് ദി എൻറ്റയർ യൂണിവേഴ്സ്. അതേപോലെ ലോ ഓഫ് ഇനേർഷ്യയിൽ പറയുന്നത് നമ്മൾ ഡാറ്റ കളക്ഷനിൽ പോകുമ്പോൾ മാക്സിമം ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുക. ഒരു പർട്ടിക്കുലർ റെസ്പോണ്ടിനെ കുറിച്ച് മാക്സിമം ഡാറ്റ കളക്ട് ചെയ്യുക. ഇറ്റ് വിൽ ബി എ ബെറ്റർ സൊല്യൂഷൻ ഫോർ ദ റിസർച്ച്. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് സാമ്പിളിങ്ങിൽ പറയുന്നത് 2 ലോ ആണ് പറയുന്നത്. അത് ബേസ് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ ഇതാണ്. ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റിയിലാണെങ്കിൽ നമ്മൾ സാമ്പിൾസ് തിരഞ്ഞെടുക്കുമ്പോൾ ഓൾവേസ് ഗോ ഫോർ എ ലാർജർ നമ്പർ ഓഫ് സാമ്പിൾസ്. അങ്ങനെ ആകുമ്പോൾ ഓൺ ആൻ ആവറേജ് ഇറ്റ് വിൽ ബി എ ട്രൂ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി എൻറ്റയർ യൂണിവേഴ്സ്. അതേപോലെ രണ്ടാമത്തെ ലോ പറയുന്നത് ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ, ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുമ്പോൾ ഓൾവേസ് ട്രൈ ടു കളക്ട് മാക്സിമം ഡാറ്റ. നിങ്ങൾക്ക് ഡാറ്റ കളക്ട് ചെയ്തു ഇത്ര മതി എന്ന രീതിയിൽ നമുക്ക് നിർത്തേണ്ട ആവശ്യമില്ല. എത്രത്തോളം നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ സാധിക്കുന്നു നിങ്ങളെ കൊണ്ട്, നിങ്ങളുടെ ടൈം ലിമിറ്റും നിങ്ങളുടെ എഫേർട്ടും നിങ്ങളുടെ മണി ലിമിറ്റും വെച്ചിട്ട് എത്രത്തോളം ഡാറ്റ കളക്ട് ചെയ്യാൻ സാധിക്കുന്നു അത്രയും ഡാറ്റ കളക്ട് ചെയ്യുക. അത് അത്രയ്ക്കും നല്ലതായിരിക്കും നിങ്ങൾക്ക് അനാലിസിസ് പർപ്പസിലൂടെ പോകുമ്പോൾ.